ഹലോ, സിന്ധു ഭൈരവിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോ ഭൈരവി ആണെങ്കിൽ ദമയന്തിയെ വായിൽ വന്നതൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് അവളുടേതല്ലാന്ന് മനസ്സിലായ സമയത്ത് അവളുടെ അപ്പോയിന്റ്മെന്റ് ലെറ്ററും കൊണ്ട് അവൾ അകത്തേക്ക് കയറി പോവാണ്. സിന്ധുവും കാർത്തികേയനും അത് മാറി നിന്ന് കാണുന്നുണ്ടായിരുന്നു. ഭൈരവിക്ക് പിന്നാലെ സിന്ധു അവളുടെ അടുത്തേക്ക് പോവാണ്. അതേസമയം കാർത്തികേയനാണെങ്കിൽ നല്ല ദേഷ്യത്തിലാണ് ഉണ്ടായിരുന്നത്. തന്റെ അമ്മയോട് ഭൈരവി അത്രയും മോശമായി സംസാരിച്ചത് അവന് സഹിക്കാനാവുന്ന കാര്യമായിരുന്നില്ല. അവൻ വേഗം അമ്മയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോ ദമയന്തി ആണെങ്കിൽ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ദൈവമേ, ഭൈരവി എന്നോട് സംസാരിച്ചതൊക്കെ കേയം കേട്ട് കാണോ, ഒന്നും കേൾക്കരുതേ എന്നൊക്കെ അവരിങ്ങനെ ആഗ്രഹിക്കുകയാണ്. പക്ഷെ ആ സമയത്ത് കേയം നല്ല ദേഷ്യത്തിൽ വന്നിട്ട് അമ്മയോട് ചോദിക്കുകയാണ്, എന്താ അമ്മ അവള് നിങ്ങളോട് പറഞ്ഞത് എന്ന്. ആ സമയത്ത് ദമയന്തി പറയുന്നുണ്ട്, ആ മോനെ, നീയും ഭൈരവിയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറിയോ? ഇപ്പോ നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് തന്നെയാണോ ജീവിക്കുന്നത്? അമ്മ വിഷയം മാറ്റാനൊന്നും നോക്കണ്ട. ഭൈരവി എന്തിനാ അമ്മയെ വഴക്ക് പറഞ്ഞത് അത് പറ. ഇല്ല മോനെ, അവൾ എന്നെ വഴക്ക് പറഞ്ഞതൊന്നും അല്ല. അമ്മ വെറുതെ കള്ളം പറയണ്ട. ഈ കത്തിന്റെ പുറത്ത് കാപ്പി മറിഞ്ഞതല്ലേ അവൾ അമ്മയെ വഴക്ക് പറഞ്ഞത്? ഇല്ലടാ, അവൾ അങ്ങനെ വഴക്കായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അമ്മ കള്ളം പറയാൻ നിൽക്കണ്ട. അവിടെ നിന്ന് ഭൈരവി അമ്മയെ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതിന് നിനക്കെന്താ? എന്റെ മരുമകൾ എന്നോട് കടുപ്പിച്ച് 2 വാക്ക് പറഞ്ഞു എന്ന് കരുതി ഒന്നുമില്ല. കുടുംബമാവുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. ദമയന്തി അതിനെ നിസ്സാരവൽക്കരിക്കുകയാണ്. പക്ഷേ പറഞ്ഞതിൽ തെറ്റുണ്ടെന്ന് മനസ്സിലായപ്പോ അവൾ എന്നോട് ക്ഷമ ചോദിക്കാൻ മടി കാണിച്ചില്ലല്ലോ. അതിൽ കൂടുതൽ എന്താ വേണ്ടത്? അമ്മേ, ഈ നാട്ടിലുള്ള ഓരോരുത്തരും അമ്മയെ കാണുമ്പോൾ ബഹുമാനത്തോടെയും ആദരവോടെയാണ് നിൽക്കുന്നത്. അങ്ങനെയുള്ള എന്റെ അമ്മയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് അവൾ ഇത്രയും മോശമായിട്ട് സംസാരിച്ചിട്ട് ഞാൻ വെറുതെ മിണ്ടാതെ നിൽക്കണം എന്നാണോ അമ്മ പറയുന്നത്? അമ്മേ, അവൾ വേണമെങ്കിൽ ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും എന്ന് കരുതി മൂത്തവരോട് എങ്ങനെയാ പെരുമാറേണ്ടതെന്ന് അവൾക്ക് അറിയില്ലേ? അവളെ ഞാനിന്ന് ബഹുമാനം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതും പറഞ്ഞിട്ട് കാർത്തികൻ ദേഷ്യത്തോടെ ഭൈരവിയുടെ അടുത്തേക്ക് പോവാൻ തുനിഞ്ഞതും ദമയന്തി അവനെ തടയുവാണ്. എടാ, നീ എങ്ങോട്ടാ പോകുന്നത്? ഇങ്ങനെയൊന്നും ചെയ്യരുത് മോനെ. അമ്മേ, ഇവളുമാരുടെ അഹങ്കാരമൊക്കെ മുളയിലേ നുള്ളിക്കളയണം, അല്ലെങ്കിൽ ശരിയാവില്ലമ്മേ. നീയൊന്ന് അടങ്ങ് കാർത്തികേയ. തെറ്റ് ചെയ്തത് നമ്മളാണ്. അതുകൊണ്ട് നമ്മൾ വേണം ഒന്ന് അടങ്ങി പോവാൻ. നമ്മുടെ ഹരി സിന്ധുവിനെ തട്ടിക്കൊണ്ടു പോയി കല്യാണം കഴിച്ചത് കൊണ്ടല്ലേ ഭൈരവിക്ക് നമ്മുടെ ഈ കുടുംബത്തിൽ വരേണ്ടി വന്നത്. എന്ന് വെച്ച് ഹരി സിന്ധുവിനെ തട്ടിക്കൊണ്ടു പോയതിന് ആ ദേഷ്യമൊക്കെ എന്തിനാ അവൾ അമ്മയോട് കാണിക്കുന്നത്? ഹരി എന്ന് വെച്ച ആരാടാ? ഹരിയും മറ്റാരും അല്ലല്ലോ, അവനും എന്റെ മോൻ തന്നെയല്ലേ. അവനൊരു തെറ്റുപറ്റിയാ അതിനുള്ള ദേഷ്യം ആരായാലും അവന്റെ അമ്മയായ എന്നോട് തന്നെയല്ലേ കാണിക്കുള്ളൂ. മോനെ കാർത്തികേയ, അവള് കുറച്ച് മുൻശുണ്ടിയുള്ള കൂട്ടത്തിലാണ്. നമ്മൾ വേണം അത് മനസ്സിലാക്കി അവളോട് പെരുമാറാൻ. നീ ഒന്ന് മനസ്സിലാക്ക്. അല്ലാതെ വാക്കിന് എതിർവാക്കും പറഞ്ഞ് നീ അവളോട് യുദ്ധത്തിന് നിൽക്കല്ലേ. ഹരി നിന്റെ കല്യാണം മുടക്കി സിന്ധുവിനെയും തട്ടിക്കൊണ്ട് പോയപ്പോ ഭൈരവിയാണ് അവളുടെ ജീവിതം നോക്കാതെ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ മരുമകളായിട്ട് വന്നത്. അതുകൊണ്ട് തന്നെ അവൾ എന്ത് പറഞ്ഞാലും നമ്മൾ വേണം ക്ഷമിക്കാൻ, അല്ലാതെ വേറെ വഴിയില്ല മോനെ. മോനെ കേയ, ഭൈരവി നിന്റെ ഭാര്യയാടാ. അതുകൊണ്ട് നീ വേണം അവളുമായിട്ട് വിട്ടുവീഴ്ച ചെയ്യാൻ. അവളുടെ മുന്നിൽ തോറ്റുകൊടുത്തെന്ന് കരുതി നീ ഒരിക്കലും ജീവിതത്തിൽ പരാജയപ്പെടാൻ പോകുന്നില്ലടാ മോനെ. അവളുടെ ഓരോ പെരുമാറ്റത്തിലും നീ ഇങ്ങനെ കുറ്റം കണ്ടുപിടിക്കാൻ നിൽക്കരുത്. പക്ഷെ ഇത്രയൊക്കെ പറഞ്ഞിട്ടു കാർത്തികന്റെ ദേഷ്യം അടങ്ങുന്നുണ്ടായിരുന്നില്ല. ഇല്ലമ്മേ, അവൾ അമ്മയോട് സംസാരിച്ചത് എനിക്ക് തീരെ പിടിച്ചിട്ടില്ല. ഇതുവരെ ആരെങ്കിലും അമ്മയുടെ മുൻപിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ ധൈര്യപ്പെട്ടിട്ടുണ്ടോ? അതുകൊണ്ട് എനിക്കിത് സഹിക്കാനാവില്ല അമ്മേ. അപ്പോഴേക്കും ദമയന്തിക്ക് മനസ്സിലായി കാർത്തികേയനെ തടഞ്ഞു വെക്കാനാവില്ലെന്ന്. എടാ കേയ, നീ ഇങ്ങനെയൊന്നും പറയല്ലടാ മോനെ. നിന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് 4 പെൺകുട്ടികളാണ് ഓരോ പ്രാവശ്യവും നിന്നെ ഇട്ടെറിഞ്ഞിട്ട് പോയത്. അങ്ങനെയുള്ളപ്പോ ഇത്രയും പഠിപ്പും വിവരമുള്ള ഇവള് അവളുടെ അച്ഛന്റെ വാക്ക് ധിക്കരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് മാത്രമാണ് നിന്നെ കല്യാണം കഴിക്കാൻ തയ്യാറായത്. അങ്ങനെയുള്ളപ്പോ നീ ദയവ് ചെയ്ത് അതൊന്ന് മനസ്സിലാക്ക്. പക്ഷേ കാർത്തികന്റെ ദേഷ്യം അടങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പോ അത് മനസ്സിലാക്കിയിട്ട് ദമയന്തി പറയുന്നുണ്ട്, എനിക്കറിയാം ഇങ്ങനെയൊന്നും പറഞ്ഞാ നീ ഒന്നും മനസ്സിലാക്കില്ല. നിനക്ക് മനസ്സിലാവണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ. നീ വാ. എങ്ങോട്ടേക്കാ അമ്മേ? അവനെയും കൂട്ടിക്കൊണ്ട് അവര് പൂജാമുറിയിലേക്കാണ് പോയത്. എന്നിട്ട് അവിടെ വെച്ചിട്ട് ദൈവത്തിന്റെ മുൻപിൽ പൂജിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന രാഖി എടുത്തിട്ട് അവന്റെ കൈകളിൽ കെട്ടിക്കൊടുക്കുകയാണ്. പക്ഷേ കാർത്തികൻ അതൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതവന്റെ കൈകളിൽ കെട്ടിക്കൊണ്ട് അവര് പറയുന്നുണ്ട്, അമ്മ പറയുന്നത് കേൾക്ക്. ഇനി നിനക്ക് ദേഷ്യം വരാതിരിക്കാൻ വേണ്ടിയാണ് അമ്മ ഈ ചരട് നിന്റെ കൈ കെട്ടിയത്. ഭൈരവി, നീ എന്റെ അടുത്തോ നിന്റെ അടുത്തോ നമ്മുടെ കുടുംബത്തിലുള്ള ആരോടെങ്കിലും ദേഷ്യപ്പെട്ട് സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്തു കഴിഞ്ഞാൽ നീ അവളോട് ഒരിക്കലും ദേഷ്യപ്പെടാൻ പാടില്ല മോനെ. പ്രത്യേകിച്ച് നീ അവളുടെ നേരെ കൈ ഓങ്ങാൻ പാടില്ല മോനെ. അങ്ങനെ ദേഷ്യം വരുമ്പോഴൊക്കെ നീ ഈ ചരടിലേക്ക് ഒന്ന് നോക്കിയാൽ മതി. അപ്പോ നിന്റെ ദേഷ്യമൊക്കെ പമ്പ കടന്നോളും മോനെ. എന്നിട്ടും നിനക്ക് ദേഷ്യം പോകുന്നില്ലെങ്കിൽ നീ എന്റെ അടുത്തേക്ക് പോര്. നിന്നെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയാലോ. കാർത്തികേയൻ ഒന്നും പറയാതെ മിണ്ടാതെ നിൽക്കുകയാണ്. ഈ ചരട് ഒരിക്കലും നീ നിന്റെ കൈകളിൽ നിന്ന് അഴിച്ചു മാറ്റരുത്. ശരിയമ്മേ. ഈശ്വര, ഇവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ മറ്റാർക്കും കഴിയില്ല. അവരിങ്ങനെ സങ്കടത്തോടെ ചിന്തിക്കുകയാണ്. അതേസമയം ബെഡ്റൂമിൽ എത്തിയിട്ട് അപ്പോയിന്റ്മെന്റ് ലെറ്റർ തുറന്നു വായിക്കുകയാണ് ഭൈരവി. അവക്കാണെങ്കിൽ പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷത്തിലാണുള്ളത്. അവളിങ്ങനെ അത് വീണ്ടും വീണ്ടും വായിച്ചിട്ട് ISROയിലേക്ക് ജോലിക്ക് പോവാണ് എന്നൊക്കെയുള്ള സന്തോഷത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എത്ര വർഷം സ്വപ്നം കണ്ട ജോലിയാണിത്. ഈ വീട്ടിൽ നിന്നും പുറത്ത് ചാടാൻ ദൈവം തന്ന തുറുപ്പു ചീട്ടാണിത്. ഇതോടുകൂടി ഈ കുടുംബത്തിൽ നിന്നും എനിക്ക് രക്ഷപ്പെടാം. അവളിങ്ങനെ സ്വയം സന്തോഷത്തോടു കൂടി പറയാണ്. അവൾക്ക് പിന്നാലെ സിന്ധുവും വന്നിട്ടുണ്ടായിരുന്നു.
അവളാണെങ്കിൽ വിഷമത്തോടു കൂടിയാണ് പുറത്ത് നിൽക്കുന്നത്. അപ്പോ അവള് പുറത്ത് നിന്നിട്ട് വിളിക്കുകയാണ്, ഭൈരവി ആ വാ സിന്ധു. ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ഭൈരവി അവളെ അകത്തേക്ക് ക്ഷണിക്കുന്നത്. പക്ഷെ സിന്ധുവിന്റെ മുഖത്ത് കടുത്ത നിരാശയാണ്. സിന്ധുവിന്റെ മുഖം കണ്ടപ്പോ തന്നെ ഭൈരവിക്ക് സംശയം തോന്നുവാണ്. സിന്ധു എന്താ എന്താ നിനക്ക് പറ്റിയത്? നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? എന്താ ആരെങ്കിലും നിന്നെ വഴക്കെന്തെങ്കിലും പറഞ്ഞോ? എന്നെ ആരും വഴക്കൊന്നും പറഞ്ഞില്ല. നീ എന്തിനാ ദമയന്തി അമ്മയെ വഴക്ക് പറഞ്ഞത്? ഏയ് വഴക്ക് പറഞ്ഞതൊന്നുമല്ല. എനിക്ക് വന്ന ഒരു കൊറിയറില് അവര് കാപ്പി മറിച്ചപ്പോ ദേഷ്യത്തിൽ സംസാരിച്ചതാ. പിന്നീടാണ് മനസ്സിലായത് അത് എനിക്ക് വന്ന കൊറിയർ അല്ലായിരുന്നു എന്നും കാർത്തികേയന് വന്നതാണെന്നും. അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് അപ്പൊ തന്നെ മാപ്പ് ചോദിച്ചതാണ്. ഭൈരവി, ഇനി നിനക്ക് വന്ന കത്തിലാണ് കാപ്പി മറിഞ്ഞതെങ്കിൽ പോലും നീ അവരെ ഒന്നും പറയാൻ പാടില്ല. അവര് നമ്മുടെ അമ്മായിയമ്മയല്ലേ. ദമയന്തി അമ്മ ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഇതുപോലൊരു കുടുംബത്തിൽ വന്നു ചേരാൻ പറ്റുമായിരുന്നോ? അതിന്റെ നന്ദി നമ്മൾ എപ്പോഴും അവരോട് കാണിക്കേണ്ടതല്ലേ. അയ്യേ, നീ എന്തൊക്കെയാ സിന്ധു ഈ പറയുന്നത്? അതിന് നമ്മൾ ഈ വീട്ടിലേക്ക് ആറ്റുനോറ്റ് മരുമക്കളായിട്ട് കയറി വന്നതൊന്നും അല്ലല്ലോ. അല്ലെങ്കിൽ അവര് കാരണം ഈ വീട്ടിലേക്ക് വരാനോ? നീ എന്തൊക്കെയാ ഈ പറയുന്നത്? ഭൈരവി അതിനൊക്കെ നിസ്സാരമായിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ സിന്ധുവിന്റെ മനസ്സ് നിറയെ ദമയന്തിയോടുള്ള കടപ്പാടായിരുന്നു. കാരണം അവളുടെ ജീവിതത്തിലേക്ക് ഹരിയെ കൊണ്ടുവന്നത് ദമയന്തിയാണ്. ഇത് കേട്ടാ തോന്നും നീ ഹരിയെ കല്യാണം കഴിക്കാൻ വേണ്ടി തപസ്സിരുന്നതാണെന്നും ബാക്കി എല്ലാവരും അതിനെ എതിർത്തപ്പോ ദമയന്തി ഹരിയുടെ കൈപിടിച്ച് നിന്നെ ഏൽപ്പിച്ചതാണെന്നും തോന്നുമല്ലോ. ഹരി ആരും അറിയാതെ നിന്നെ തട്ടിക്കൊണ്ടുപോയി നിന്റെ കഴുത്തിൽ താലി കെട്ടിയത് കൊണ്ടല്ലേ നിനക്ക് ഇങ്ങനെ ഒരു ഗതികേട് വന്നത്. ഹരിയുടെ പേര് നമ്മൾ കേസ് കൊടുക്കാതിരിക്കാൻ വേണ്ടി ദമയന്തി ഹരിയെ കൊണ്ട് നിന്റെ കല്യാണം കഴിപ്പിച്ചു. അത് ആദ്യം മനസ്സിലാക്ക്. നീ എന്താ ഭൈരവി ഇങ്ങനെ വകതിരിവില്ലാതെ സംസാരിക്കുന്നത്? എനിക്കല്ല വകതിരിവില്ലാത്തത്, നിനക്കാണ് വകതിരിവില്ലാത്തത് പോലെ നീ ഇപ്പോൾ സംസാരിക്കുന്നത്. അത് നീ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. പക്ഷേ സിന്ധു ആകെ ആശയക്കുഴപ്പത്തിലാണ്. ഇവളോട് സത്യം തുറന്നു പറയാനോ ഇവളെ തിരുത്താനോ ഒന്നിനും പറ്റുന്നില്ലല്ലോ. സിന്ധുവിന്റെ മുഖത്തുള്ള വെപ്രാളൊക്കെ കണ്ടപ്പോൾ ഭൈരവി സംശയത്തോടെ നിൽക്കുകയാണ്. ഭൈരവി, എന്തൊക്കെയാണെങ്കിലും ഹരി എന്നെ സ്വന്തം ഭാര്യയായിട്ട് സ്വീകരിച്ചില്ലേ, അതുപോലെ തന്നെ നമ്മളും ഈ വീട്ടിലുള്ളവരെ നമ്മുടെ കുടുംബക്കാരായിട്ട് കാണണ്ടേ? എന്നാലല്ലേ കുടുംബം മുന്നോട്ട് പോവുള്ളൂ. ഇതിപ്പോ നമ്മുടെ വീട്ടിലെ ആരെങ്കിലും ആണെങ്കിൽ നമ്മൾ ക്ഷമിക്കില്ലായിരുന്നു ഭൈരവി. അതുപോലെ തന്നെയല്ലേ നമ്മൾ ദമയന്തി അമ്മയും കാണേണ്ടത്. നീ അവരോട് ദേഷ്യപ്പെടുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി ഭൈരവി. പാവം, എന്നിട്ടും അവര് നിന്നോട് ദേഷ്യപ്പെട്ടതൊന്നുമില്ലല്ലോ. കാരണം അവർക്കറിയാം നമ്മൾ രണ്ടുപേരും തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന്. സിന്ധു എന്തൊക്കെയോ പറഞ്ഞിട്ട് ഭൈരവിയെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഭൈരവി നല്ല സംശയത്തോടു കൂടിയാണ് അവിടെ നോക്കുന്നത്. അത് കേട്ടപ്പോ ഭൈരവി പുച്ഛത്തോടെ പറയാണ്, അത് പിന്നെ അങ്ങനെയല്ലേ വരുള്ളൂ. അവരുടെ രണ്ടു മക്കളും താന്തോന്നികളാ. ഒരുത്തം പഠിച്ച താന്തോന്നി, മറ്റൊരുത്തം പഠിക്കാത്ത താന്തോന്നി. ഇനി എങ്ങനെയാണ് ഇവളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാന്നറിയാതെ സിന്ധു കുഴങ്ങിയിരിക്കുകയാണ്. അവരുടെ രണ്ടുപേരുടെയും താന്തോന്നിത്തരം കാരണമാണ് അവര് നമ്മളോട് നന്നായിട്ട് നിൽക്കുന്നത്. അല്ലാതെ നമ്മൾ തെറ്റൊന്നും ചെയ്തത് കൊണ്ടൊന്നും അല്ല. ഭൈരവി സ്വയം ന്യായീകരിക്കുകയാണ്. ഇതൊക്കെ അവരുടെ സ്വാർത്ഥതയാണ് സിന്ധു, നീ അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. പിന്നെ സിന്ധു, വേറൊരു കാര്യമുണ്ട്. എന്താ ഭൈരവി? നോക്ക്, എനിക്ക് ജോലി കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോയിന്റ്മെന്റ് ലെറ്റർ സിന്ധുവിന് കാണിച്ചു കൊടുക്കുകയാണ്. അത് കേട്ടപ്പോ സിന്ധു ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. എന്ത്, നിനക്ക് ജോലി കിട്ടിയെന്നോ? ആ അതെ, അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഇത്. എനിക്ക് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യണം. ഇനി നീ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞാൽ അത് അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമാണോ? കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ. അതിനിടയിൽ പെട്ടെന്ന് ജോലിക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ളവർ അത് സമ്മതിക്കുമോ? അത് കേട്ടപ്പോ ഭൈരവിക്ക് നല്ല ദേഷ്യം വരികയാണ്. ഈ വീട്ടിലുള്ളവരോട് ചോദിച്ചിട്ടാണോ ഞാൻ പഠിച്ചത്, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത്? പിന്നെ ഞാൻ ജോലിക്ക് പോവാൻ ഇവരോടൊക്കെ പെർമിഷൻ ചോദിക്കേണ്ട കാര്യം എന്താ സിന്ധു? അങ്ങനെയല്ല ഭൈരവി, ഇപ്പൊ നിന്റെ കല്യാണം കഴിഞ്ഞില്ലേ. ദമയന്തി അമ്മയ്ക്കും നിന്റെ ഭർത്താവിനൊക്കെ നീ ജോലിക്ക് പോകുന്നതിൽ വിരോധം ഉണ്ടെങ്കിലോ? കൊള്ളാലോ, കഴുത്തിലൊരു താലി കെട്ടിയെന്ന് കരുതി ആ കാർത്തികേയൻ എന്റെ ഭർത്താവൊന്നും അല്ല. എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ചാടാനുള്ള ഒരു വഴി നോക്കി ഇരിക്കുകയായിരുന്നു ഞാൻ. ഭൈരവി പറഞ്ഞത് കേട്ടതും സിന്ധു ഞെട്ടിപ്പോയി. അപ്പോഴല്ലേ ഇങ്ങനെ ഒരു ബ്രഹ്മാസ്ത്രം കിട്ടിയത്. ഇതും കൊണ്ട് ഞാൻ ഇവിടുന്ന് പോകുന്നുള്ള കാര്യം ഉറപ്പാ. സിന്ധു ശരിക്കും ഞെട്ടിയിരിക്കുകയാണ്. ഭൈരവി, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? വേറെ എന്ത് പറയാനാ സിന്ധു? സിന്ധു ആകെ ആശയക്കുഴപ്പത്തിലായി. ഈശ്വര, ഞാൻ ചെയ്തൊരു തെറ്റ് കാരണം ഭൈരവിയുടെ ജീവിതവും ആകെ കുഴഞ്ഞല്ലോ. ഭൈരവി, ഞാൻ പറയുന്നത് കൊണ്ട് നീ മറ്റൊന്നും തെറ്റിദ്ധരിക്കരുത്. എന്തോ നീ ഈ ജോലിക്ക് പോകുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ ശരി തന്നെയാണ് സിന്ധു. അച്ഛന്റെ വാക്ക് പാലിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ കല്യാണം കഴിച്ചത്. പിന്നെ എന്തിനാ നമ്മുടെ ഇഷ്ടമില്ലാത്ത ജീവിതത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്? നിന്നോടും എനിക്ക് ഇതേ പറയാനുള്ളൂ. ആ ഹരിയും അവന്റെ അമ്മ മഹാലക്ഷ്മിയും നിന്നെ ടോർച്ചർ ചെയ്യുകയാണെങ്കിൽ അവൻ നിന്റെ കഴുത്തിൽ കെട്ടിയ താലി വലിച്ചെറിഞ്ഞിട്ട് നീ അങ്ങ് പോയേക്കണം. അല്ലാതെ ഇവിടെയുള്ളവരെ നിന്റെ തലയിൽ കയറാൻ നീ അനുവദിക്കരുത്. അത് കേട്ടപ്പോൾ സിന്ധു വിചാരിക്കുന്നുണ്ട്, ഡോക്ടറെ കൊണ്ട് ഈ താലി എന്റെ കഴുത്തിലൊന്ന് കെട്ടിക്കാൻ ഞാൻ എത്രമാത്രം പാടുപെട്ടെന്ന് ഇവൾക്ക് അറിയില്ലല്ലോ. എത്ര നിസ്സാരമായിട്ടാണ് ആ താലി വലിച്ചൂരി എറിയാൻ ഇവൾ പറയുന്നത്. അതല്ല ഭൈരവി, നീ ദമയന്തി അമ്മയോട് കടുത്ത വാക്കുകളൊന്നും ഇനി കൂടുതലായിട്ട് സംസാരിക്കാൻ പാടില്ല. അവരങ്ങ് വിഷമായിട്ട് അച്ഛനോട് പറഞ്ഞാലോ? അച്ഛനും അത് കേട്ടാൽ വിഷമാവും. അച്ഛനെ ഓർത്ത് മാത്രമാണ് ഞാൻ ഇതൊക്കെ ക്ഷമിക്കുന്നത് എന്ന് നിനക്കറിയാലോ. അതെ, അതെനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ഈ ജോലിയുടെ കാര്യവും ആലോചിച്ച് തീരുമാനിച്ചാൽ മതി കേട്ടോ. സിന്ധു അവളോട് പറഞ്ഞിട്ട് പുറത്തേക്ക് പോവാണ്. അപ്പൊ ഭൈരവി ചിന്തിക്കുന്നുണ്ട്, ഇവക്ക് ഇതെന്താ പറ്റിയത്? ഇവളെന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്നത്? പുറത്തെത്തിയപ്പോ സിന്ധു ചിന്തിക്കുന്നുണ്ട്, പാവം ഭൈരവി, ഞാൻ കാരണം എന്തൊക്കെയാ അവൾ അനുഭവിക്കുന്നത്. ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ ഒരു ജീവിതകാലം മുഴുവൻ അവൾ എങ്ങനെ ജീവിച്ചു തീർക്കും? അച്ചു അവന്റെ കൂട്ടുകാരനും കൂടി ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി മൈതാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് സ്നേഹ അതുവഴി കാറിൽ വരുന്നത്. അച്ചു അല്ലേ അത്? ഇവനന്ന് അങ്ങനെ പറഞ്ഞത് കാരണമാണ്
ഹരിയുടെയും സിന്ധുവിന്റെയും കല്യാണം നടന്നത്. ഇവൻ കാരണം നശിച്ചത് എന്റെ ജീവിതമാണ്. അവള് കാറ് നിർത്തിയിട്ട് അച്ചുവിനെ വിളിക്കുകയാണ്. അച്ചു സ്നേഹയെ കണ്ടപ്പോ ശരിക്കും ഭയന്നിട്ടുണ്ടായിരുന്നു. സ്നേഹ അവന്റെ അടുത്തേക്ക് പോയിട്ട് അവനോട് സംസാരിക്കുകയാണ്. നീ ഇത് എവിടെ പോവാ? ഞാൻ കളി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവാ ചേച്ചി. നിന്റെ വീട് എവിടെയാ? ഇത് ഈ റോഡിന്റെ സൈഡ് ഭാഗത്താണ്. ഇതാരാ, നിന്റെ ഫ്രണ്ടാണോ? ആ മോനെ, നീ എങ്കിൽ പോയിക്കോ, എനിക്ക് അച്ഛനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ശരി ചേച്ചി എന്ന് പറഞ്ഞിട്ട് അവൻ പോവാണ്. കൂട്ടുകാരൻ പോയതിനു ശേഷം അച്ചു പേടിച്ച് നിൽക്കുകയാണ്. അച്ചു, നീ എന്തിനാ പേടിക്കുന്നത്? ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. നീ ഒരു പാവം കുട്ടിയാണെന്ന് ഹരി എന്നോട് എപ്പോഴും പറയും. സ്നേഹ അവനോട് വാത്സല്യത്തോടെ സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. എന്നിട്ടും നീ എന്തിനാടാ ഹരിയെക്കുറിച്ച് അന്ന് അങ്ങനെ ഒരു നുണ പറഞ്ഞത്? സിന്ധു നിർബന്ധിച്ചിട്ടല്ലേ നീ അങ്ങനെ പറഞ്ഞത്? എനിക്കത് അറിയാട്ടോ. സ്നേഹ പുഞ്ചിരിച്ചുകൊണ്ട് അവനെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അച്ചു ആണെങ്കിൽ പേടിച്ച് നിൽക്കുകയാണ്. നീ അന്ന് പറഞ്ഞ ആ ഒരു കള്ളം കാരണം എത്ര പേരെ ഇന്ന് വേദനിക്കുന്നത് എന്ന് നിനക്കറിയാമോ? എന്തായാലും സിന്ധു പറഞ്ഞത് കള്ളാണെന്ന് ഞങ്ങൾ തെളിയിക്കും. പക്ഷെ അതിനു മുമ്പ് തന്നെ സിന്ധു അന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ നീ പറഞ്ഞതെന്ന് എല്ലാവർക്കും മുമ്പിൽ നീ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ സോൾവ് ആവും മോനെ. അവനിങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. നീ അതിന് തയ്യാറാണെങ്കിൽ നിനക്ക് എന്ത് വേണമെങ്കിലും ഞങ്ങൾ തരാം. പക്ഷേ നീ അതിന് തയ്യാറല്ലെങ്കിൽ ഇനി ഞങ്ങളായിട്ട് തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ പിന്നെ നിന്റെ അമ്മ പോലും നിന്നോട് ക്ഷമിച്ചു എന്ന് വരില്ല. അച്ചു ശരിക്കും പേടിച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. അച്ചു, നീ പേടിക്കൊന്നും വേണ്ട. നീ സത്യം പറയുകയാണെങ്കിൽ ഇനിയുള്ള നിന്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കോളാം. ഇതിന്റെ പേരിൽ ആ സിന്ധു നിന്നെ ഒന്നും ചെയ്യാതെ ഞാൻ നോക്കിക്കോളാം. നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാ നീ പറ, ഞാൻ ചെയ്തു തരാം. പറ, നിനക്ക് എന്താ വേണ്ടത്? എന്ത് വേണമെങ്കിലും ഈ ചേച്ചി വാങ്ങിത്തരാം. എനിക്കൊന്നും വേണ്ട, എന്റെ അമ്മ വിളിക്കുന്നുണ്ട്, എനിക്ക് പോണം. ഡാ അച്ചു, പോവല്ലേ, നിൽക്ക്. ഇല്ല, എന്റെ അമ്മ വിളിക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് സ്നേഹയുടെ കൈ തട്ടി മാറ്റിയിട്ട് അച്ചു അങ്ങോട്ടേക്ക് പോവാണ്. പോടാ പോ. എത്ര നാളെ നീ ഇങ്ങനെ മുങ്ങി നടക്കുന്ന എനിക്കറിയാം. ഞാൻ എന്തായാലും ഒരു ദിവസം നിന്നെ എന്റെ കൈ കിട്ടുക തന്നെ ചെയ്യും. സ്നേഹ ദേഷ്യത്തോടെ കാറും എടുത്തിട്ട് അവിടുന്ന് പോവാണ്. മഹാലക്ഷ്മി ആങ്ങളെയും കൂടി അച്ചുവിന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അവൻ സ്കൂളിൽ പോയ നേരാണ്. അവരെ കണ്ടപ്പോൾ തന്നെ അച്ചുവിന്റെ അമ്മ ഭയങ്കര ആദരവോട് കൂടിയാണ് സംസാരിക്കുന്നത്. അപ്പൊ അകത്തേക്ക് കയറാൻ പറഞ്ഞ സമയത്ത് അച്ചു എവിടെയും ചോദിക്കുന്നുണ്ട്. അവൻ സ്കൂളിൽ പോയിരിക്കുകയാണ്. അന്ന് കല്യാണ മണ്ഡപത്തിൽ വെച്ച് എന്റെ മോൻ ഹരി നിന്റെ മകൻ അച്ചുവിനോട് കാല് പിടിച്ചിട്ട് സത്യം പറയാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷെ അവൻ സിന്ധുവിന് വേണ്ടി ആ വലിയ കള്ളം പറഞ്ഞു. നീ ഇന്ന് ജീവനോടെ ഇവിടെ നിൽക്കുന്നത് എന്റെ മോൻ ഹരി ഉണ്ടായത് കൊണ്ടാണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? നിന്റെ മോനിന്ന് അനാഥനായിട്ട് ഈ തെരുവിൽ കൂടി അലയാത്തത് എന്റെ മോനുണ്ടായത് കൊണ്ട് മാത്രമാണ്. ഇത് പറഞ്ഞു കൊടുത്തല്ലായിരുന്നോ നീ നിന്റെ മോനെ വളർത്തിയത്? അങ്ങനെ പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ അന്നവൻ ഹരിക്കെതിരെ തിരിയില്ലായിരുന്നു. നിന്റെ മോൻ പറഞ്ഞ ചെറിയൊരു നുണ എന്റെ മോന്റെ ജീവിതം തന്നെയാണ് തകർത്തത്. അവിടം കൊണ്ടും തീർന്നില്ല. എന്റെ മോനെ തെറ്റിദ്ധരിച്ചത് നാട്ടുകാർ മാത്രമല്ല, കുടുംബക്കാർ പോലും എന്റെ മോനെ ഇപ്പൊ വിശ്വസിക്കുന്നില്ല. എന്റെ മോൻ സിന്ധുവിനെ പ്രേമിച്ച് ചതിക്കാൻ ശ്രമിച്ചു എന്നാ എല്ലാവരും ഇപ്പൊ വിശ്വസിക്കുന്നേ. എത്ര ജീവനുകൾ രക്ഷിച്ച കൈയാണ് അവന്റേത്. പക്ഷെ നിന്റെ മോൻ പറഞ്ഞ ആ ഒരു വാക്ക് എന്റെ മോന്റെ ജീവിതവും എന്റെ മോന്റെ പേരും പ്രശസ്തിയും ഒക്കെയാണ് ഒരു നിമിഷം കൊണ്ട് അവൻ തകർത്ത് കളഞ്ഞത്. മഹാലക്ഷ്മി പറഞ്ഞു കരഞ്ഞു പോവാണ്. എന്റെ ഹരിക്കുണ്ടായ ചീത്തപ്പേര് ഇനി മാറണമെങ്കിൽ അത് നിന്റെ മോൻ വിചാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. അച്ചുവിന്റെ അമ്മയാണെങ്കിൽ ഒന്നും പറയാനാവാതെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. നിന്റെ മോൻ അച്ചു സിന്ധു പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇത്രയും വലിയൊരു കള്ളം പറഞ്ഞതെന്ന് എല്ലാവർക്കും മുമ്പിൽ വെച്ചിട്ട് പറയണം. അങ്ങനെ പറഞ്ഞാൽ മാത്രമേ എന്റെ മോനെ പഴയതുപോലെ എനിക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് എന്റെ മോൻ നാട്ടുകാർക്ക് മുമ്പിൽ തല കാണിക്കാനാവാതെ തകർന്ന തരിപ്പണമായി പോകും. ഇന്ന് വരെ ഞാൻ ആരോടും ഒന്നിനും കൈനീട്ടി യാചിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ നിന്നോട് ഞാൻ യാചിക്കുകയാണ് എന്ന് പറഞ്ഞ് കൂപ്പ് കൈകളോടെ കരഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി പറയാണ്. എന്റെ മോന്റെ ജീവിതം ഇപ്പോ നിന്റെ മോന്റെ കൈകളിലാണ്. അവനെ രക്ഷിക്കാൻ ഇപ്പൊ നിന്നെ കൊണ്ടേ സാധിക്കുള്ളൂ. നീ പറഞ്ഞാൽ മാത്രമേ നിന്റെ മോൻ അനുസരിക്കുള്ളൂ. എങ്ങനെയെങ്കിലും അവനോട് എല്ലാവർക്കും മുൻപിൽ വെച്ചിട്ട് സത്യങ്ങളെ തുറന്നു പറയാൻ പറ. കാല് പിടിക്കാൻ ഞാൻ. എന്താ ചേച്ചി ഇത്? എന്നോട് എന്തിനാ ഇത്രയും വലിയ വാക്കുകളൊക്കെ പറയുന്നത്? ചേച്ചിയുടെ മോൻ കാരണമാണ് ഞാൻ ഇന്ന് ജീവനോടെ ഉള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ജീവനോടെ എടുത്തോളം കാലം ഞാൻ ചേച്ചിയോടും ചേച്ചിയുടെ മോനോടും കടപ്പെട്ടവളാണ്. എന്റെ മോനോട് ഞാൻ ഇന്ന് സത്യങ്ങളൊക്കെ ചോദിക്കാം. എന്റെ മോനെ കൊണ്ട് ഞാൻ സത്യങ്ങൾ പറയിപ്പിക്കാം. ഡോക്ടറുടെ പേരുദോഷം മാറ്റാൻ അത് സഹായിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അത് ചെയ്യാം. അപ്പോ മഹാലക്ഷ്മിയുടെ ആങ്ങളെ പറയുന്നുണ്ട്, നീ നിന്റെ മോനെ കൊണ്ട് സത്യം പറയിക്കുകയാണെങ്കിൽ ദേ ഈ ചോരുന്ന വീടുണ്ടല്ലോ അത് മാറ്റി നിനക്ക് നല്ലൊരു വീട് ഞങ്ങൾ തന്നെ വെച്ചു തരാം. അത് മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം. ദയവ് ചെയ്ത് നിന്റെ മോനോട് സത്യങ്ങളൊന്ന് തുറന്നു പറയാൻ പറ. എന്റെ മോന്റെ ജീവിതം രക്ഷിച്ചു തന്നു കഴിഞ്ഞാൽ ഇനിയുള്ള ജീവിതകാലം നിന്റെയും നിന്റെ മോന്റെയും ജീവിതം ഞാൻ രക്ഷിക്കും. ശരി ചേച്ചി, ഞാൻ അച്ചുവിനെ കൊണ്ട് സത്യം പറയിപ്പിക്കാം. നിന്റെ വാക്ക് വിശ്വസിച്ചിട്ടാണ് ഞാനിപ്പോ പോകുന്നത്. നിന്നെയും നിന്റെ മോനെയും വേണ്ടി ഞാൻ കാത്തിരിക്കും. മഹാലക്ഷ്മി സഹോദരനും കയറി പോവുകയാണ്. അതേസമയം രാത്രിയായപ്പോ ടെറസിൽ വന്ന് കിടക്കുകയാണ് കാർത്തികേയൻ. അവനാണെങ്കിൽ വല്ലാതെ കൊതുക് കടിക്കുന്നുണ്ടായിരുന്നു. കൊതുക് തിരിയൊക്കെ കത്തിച്ചിട്ടാണ് അവൻ കിടക്കുന്നത്. അവനിങ്ങനെ കൊതുകിനെ ഓരോ കുറ്റമൊക്കെ പറയുന്നുണ്ട്. ഓ എന്റെ കൊതുകെ, എന്റെ ചോര കുടിക്കല്ലേ. ഇത്രയും വലിയൊരു വീടുണ്ടായിട്ട് എന്റെ കാർത്തികേയ നിന്റെ ഒരു ഗതികേട് നോക്ക്. കിടക്കാൻ പോലും സ്ഥലമില്ലാതെ. പെണ്ണും പിടക്കോഴിയൊന്നും വേണ്ടാന്ന് ഞാൻ 100 വട്ടം എല്ലാവരോടും പറഞ്ഞതാ. എന്നിട്ട് ആരും കേട്ടില്ല. അയ്യോ ഈ കൊതുകിനെ ഞാനെന്നൊക്കെ പറഞ്ഞിട്ട് അടിച്ചുകൊണ്ടവൻ പറയുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ ഒരു യക്ഷി കുടിച്ചിട്ട് എന്റെ ശരീരത്തിൽ ചോര ബാക്കിയില്ല. പിന്നെയല്ലേ കൊതുകിന് കുടിക്കാൻ ചോര കിട്ടുന്നത്. പെട്ടെന്നാണ് ആരോ നടന്നു വരുന്ന കാൽപ്പര്യമാറ്റം കേൾക്കുന്നത്. ഇതാരും ഈ സമയത്ത് ഇങ്ങോട്ട്? അപ്പൊ ഭൈരവിയാണ് അങ്ങോട്ടേക്ക് വന്നോണ്ടിരിക്കുന്നത്. ഓ രാത്രി സമയത്ത് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് റൂമിലോട്ട് വിളിച്ചുകൊണ്ട് പോകാൻ വരുന്നതായിരിക്കും. കാർത്തികേയൻ കുറച്ച് ഗമയൊക്കെ ആയിട്ട് ഗെറ്റപ്പിൽ കിടക്കുകയാണ്. അപ്പോഴാണ് ഭൈരവി വന്നിട്ട് അവനോട് പറയുന്നത്, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു.
നീ പറയുകയൊന്നും വേണ്ട, എനിക്കറിയാം. കുറച്ചൊരു ഗെറ്റപ്പിൽ നിൽക്കുകയാണ് കാർത്തികേ. ഇവിടെ കിടന്ന് കൊതുകടി കൊള്ളണ്ട, ചേട്ടൻ വാ, റൂമിൽ കിടക്കാന്ന് പറയാൻ വേണ്ടി വന്നതല്ലേ? ആ, അത് നിന്റെ സ്വപ്നത്തിൽ മാത്രം നടക്കും. പിന്നെ നീ എന്ത് പറയാനാ വന്നത്? എനിക്കൊരു ജോലി കിട്ടിയിട്ടുണ്ട് ബാംഗ്ലൂരിൽ, അടുത്ത ആഴ്ച ഞാൻ ആ ജോലിക്ക് പോകുന്നു, അത് പറയാൻ വേണ്ടിയിട്ട് വന്നത്. അത് കേട്ടതും കാർത്തികേയൻ ചാടി എഴുന്നേക്കാണ്. എന്ത്, ബാംഗ്ലൂർക്ക് പോകുന്നോ? നീ ഈ കാര്യം അമ്മയോട് പറഞ്ഞായിരുന്നോ? ഇല്ല, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എങ്കിൽ ആദ്യം നീ ഇത് പോയിട്ട് അമ്മയോട് പറ. അമ്മ സമ്മതിച്ചാൽ മാത്രമേ നിനക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റുള്ളൂ. അത് കേട്ടതും ഭൈരവിക്ക് ദേഷ്യം കയറാണ്. എന്തിനി? അവരാരാ ഞാൻ പോണോ പോണ്ടോ എന്നൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട്? ഈ കാര്യത്തിൽ എനിക്ക് ആരുടെയും സമ്മതം വേണ്ട. അവരോട് ചോദിച്ചിട്ടല്ലല്ലോ ഞാൻ പഠിച്ചത്, ആരും പറഞ്ഞിട്ടല്ല ഞാൻ ഇന്റർവ്യൂവിന് പോയതും. എനിക്ക് കിട്ടിയ ജോലി എന്റെ കഷ്ടപ്പാടിന്റെയാ. കാർത്തികേയന് നല്ല ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. അവൻ ചാടി എഴുന്നേക്കാണ്. ദേ ഭൈരവി തന്നെ ഒന്ന് പേടിച്ചു പോയിട്ടുണ്ടായി. പെട്ടെന്നാണ് അമ്മ കയ്യിൽ കെട്ടിയ ചരട് കാർത്തികേയൻ ശ്രദ്ധിക്കുന്നത്. അയ്യോ, ഈ അമ്മ ഓരോ മാരണം ഒപ്പിച്ചു വെച്ചോളൂ. ഭൈരവി, കല്യാണത്തിന് മുമ്പ് എല്ലാ കാര്യങ്ങളും നിന്റെ ഇഷ്ടപ്രകാരമായിരുന്നു. പക്ഷെ ഇപ്പൊ കല്യാണം കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യണമെന്ന് നിന്റെ കാര്യങ്ങൾ എന്റെ അമ്മ തീരുമാനിക്കും. അത് കേട്ടപ്പോ ഭൈരവി ദേഷ്യത്തോടെ പറയുന്നുണ്ട്. ഏയ്, എന്താ ഇത്, കളിക്കാണോ നീ? നിന്റെ അമ്മ പറയുന്നത് ഞാൻ എന്തിനനുസരിക്കണം? ഈ കല്യാണം വേണ്ടെന്ന് അന്ന് തന്നെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? അത് കേൾക്കാതെ നീ എന്തിനാ എന്റെ കഴുത്തിൽ താലി കെട്ടിയത്? നിനക്ക് ഈ കല്യാണത്തിന് യാതൊരു ഇഷ്ടവും ഉണ്ടായിരുന്നില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ എനിക്കും ഈ കല്യാണത്തിന് യാതൊരു ഇഷ്ടവും ഉണ്ടായിരുന്നില്ല. കാർത്തികേയൻ പറയാണ്, എന്റെ അമ്മ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയത്. നീ നിന്റെ അച്ഛൻ പറഞ്ഞതുകൊണ്ട് കല്യാണത്തിന് സമ്മതിച്ചു പോലെ ഞാൻ എന്റെ അമ്മ പറഞ്ഞതുകൊണ്ട് ഈ കല്യാണത്തിന് സമ്മതിച്ചു, അത്ര തന്നെ. എന്തായാലും ജോലിക്ക് പോകണം എന്നുള്ള കാര്യം ആദ്യം നീ എന്റെ അമ്മയോട് പറ. അമ്മ സമ്മതിച്ചു കഴിഞ്ഞാൽ എനിക്ക് യാതൊരു വിരോധവും ഇല്ല. നിന്റെ അമ്മയോട് സമ്മതം ചോദിക്കാനൊന്നും എനിക്ക് പറ്റില്ല. എന്റെ കാര്യത്തിൽ മറ്റാരും തീരുമാനം എടുക്കുകയും വേണ്ട. വേണമെങ്കിൽ എനിക്ക് ജോലി കിട്ടിയെന്നും ഞാൻ ബാംഗ്ലൂരിലേക്ക് പോവുകയാണെന്നും വേണമെങ്കിൽ ഞാൻ അവരോട് പറയാം, അത്രേ പറ്റുള്ളൂ. അതും പറഞ്ഞിട്ട് ഭൈരവി ദേഷ്യത്തോടെ അവിടെ നിന്നും പോവുകയാണ്. കാർത്തികേയനാണെങ്കിൽ ഇനി എന്താ പറയേണ്ടതെന്ന് അറിയാതെ അവിടെ സ്തംഭിച്ച് നിൽക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.